പോകാറുണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റ് ധാരാളം സംസ്ഥാനങ്ങളിലെ മീറ്റിംഗ് സെന്ററിൽ പോകാറുണ്ട്. അതിൽ വെച്ച് കമ്പാരിറ്റീവ്ലി പുകഴ്ത്തി പറയുന്നതല്ല, വളരെ ചിട്ടയോടുകൂടി നടക്കുന്ന ഒരു സെന്ററാണ് കേട്ടോ. വലിയ ക്രൗഡുള്ള മറ്റ് സെന്ററുകളിൽ പോലും സമയമൊന്നും പാലിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഇവിടെയാണ് നോക്കുമ്പോൾ കറക്റ്റ് എല്ലാം ഒരു ഓർഡറിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മീറ്റിങ്ങിൻ്റെ എല്ലാ കോർഡിനേറ്റേഴ്സിനും പ്ലസ് നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമേ വലിയ പേര് ബിജോഷ് മാത്യു എന്നാണ്. കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. എക്സ് മിലിറ്ററി ആണ്. 2015 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്നത്. ആദ്യത്തെ ഒരു മാസം ചെയ്തു ഐഡിയ അടിച്ചത്. 2015 മാർച്ച് മാസം മുതൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 11.5 വർഷമായിട്ട് മഹത്തായ ഈ കമ്പനിയോടൊപ്പം അതിശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ചെറുതും വലുതുമായ ടീമുണ്ട്. വലിയ ടീമൊന്നുമല്ല, ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാര്യമായിട്ട് ആയ വ്യക്തി എന്നൊന്നും കരുതരുത്, ഒരു സ്റ്റുഡൻറ് തന്നെയാണ് ഇത്. പക്ഷെ ദൈവാനുഗ്രഹത്താൽ ഇതിൽ അച്ചീവർ ആവുമെന്ന് കരുതിയായിരുന്നില്ല വന്നത്. ഞാൻ അതിലേക്കൊക്കെ ഒന്ന് മെല്ലെ മെല്ലെ പറയാം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. പ്ലസ് ഈ ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ, ഇത് ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഗുണമുണ്ടാവുമോ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സംശയങ്ങൾ ഉണ്ടാവുമോ, അത് ലീഗലാണോ, അത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെ തന്നെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. ഇനി മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഈവൻ ഞങ്ങൾ പറയുന്ന വരുമാനത്തെക്കുറിച്ചാണെങ്കിൽ പോലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ച് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. ഞാൻ വരുന്നത് ഒരു ബിസിനസ് പാരമ്പര്യമുള്ള ഫാമിലി ഒന്നുമല്ല. ഇവിടെ കോട്ടയത്ത് നിന്ന് കണ്ണൂരേക്ക് കുടിയേറി പാർത്തൊരു ഫാമിലിയാണ്. ഞങ്ങളൊരു കർഷക കുടുംബമാണ്. നമ്മൾ 6 പിള്ളേരുണ്ട്. ഞാൻ അതിൽ 5ാമത്തെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 2 വയസ്സുള്ള അമ്മ മരിച്ചുപോയി. അപ്പോൾ ചാച്ചനാണ് വളർത്തിയതെല്ലാം. നന്നായിട്ട് പഠിക്കുകയായിരുന്നു. പിന്നെ അത്യാവശ്യം എനിക്ക് സ്ഥലവും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് ചെറുപ്പം മുതലേ പഠിച്ചത്. പക്ഷെ 90കളിൽ ഈ കൃഷി വല്ലാണ്ട് ഡൗൺ ആയ ഒരു സമയമുണ്ടല്ലോ. റബ്ബർ, തേങ്ങയുടെ, കുരുമുളകിൻ്റെ ഒക്കെ വിലയിടിഞ്ഞ സമയം. ആ സമയത്ത് വീട്ടിൽ നന്നായിട്ട് ദാരിദ്ര്യം, പൈസയുടെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു. അത്രയും മക്കൾ പഠിക്കുന്ന കുടുംബമാണ്, അതിൻ്റെതായ ചിലവുണ്ടല്ലോ. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ പൈസയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പറമ്പിൽ പണിക്ക് വരുന്ന ആൾക്കാർക്ക് പോലും കറക്റ്റ് പൈസ കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ല ഞങ്ങൾ. ആ സമയത്ത് എൻ്റെ ഏറ്റവും മൂത്ത ബ്രദർ മിലിറ്ററിയിലുണ്ട്. ബാക്കി എല്ലാവരും പഠിക്കും. ഞാനന്ന് കേരളത്തിൽ +2 തുടങ്ങിയിട്ടേ ഉള്ളൂ. 10ാം ക്ലാസ്സിൽ ക്യാഷ് അവാർഡോടുകൂടി പാസ്സായി. +2 കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കോളേജിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം. ആ സമയത്ത് എൻ്റെ മൂത്ത ബ്രദർ എന്നെ, അദ്ദേഹം വന്ന് കണ്ണൂർ പോസ്റ്റഡായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബിജോഷേ മിലിറ്ററിയിലോട്ട് പോകാം, നമുക്ക് ഇവിടെ ചേരാം. ബെന്നിച്ചേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബെന്നിച്ചേട്ടൻ ഞാൻ ചത്താലും പട്ടാളത്തിലേക്കില്ല. എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും പട്ടാളം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പോകുന്നുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് റാലിക്ക്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വാ ഒന്ന് നോക്ക്. അങ്ങനെ ഞങ്ങൾ 5-6 പേര് കണ്ണൂർ നടന്ന ഒരു റിക്രൂട്ട്മെന്റ് റാലിയിലേക്ക് പോയി. അവരാരും എടുത്തില്ല. അവിടെ പോയി എന്നെ പിടിച്ചത് ഒരു പട്ടാളത്തിൽ. അങ്ങനെ 17ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ആർമിയുടെ ഉടുപ്പിട്ട് തുടങ്ങിയതാണ് ഞാൻ. നേരത്തെ സംസാരിച്ച ആർട്ടിസ്റ്റ് ലീഡർ അദ്ദേഹം ഞാൻ ഒരു റൂമിൽ 10 വർഷം ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. പല ഭാഷകൾ പഠിക്കാൻ പറ്റി. കാശ്മീരിലും ഗ്ലേസിയറിലൊക്കെ കുറേ താമസിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു പ്രൊഫഷനാണ്. നമുക്കറിയാലോ, ലക്ഷക്കണക്കിന് ആൾക്കാർ ശ്രമിക്കുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഫീൽ. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യത്തെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ട് എൻ്റെ അപ്പനോട് പറഞ്ഞു, ചാച്ച എനിക്കിത് ശരിയാവില്ല, ഞാൻ രാജിവെക്കണം. ചാച്ചന് ഭയങ്കര സങ്കടമായി. ചാച്ചൻ ചോദിച്ചു, എന്താ പറഞ്ഞാൽ രാജിവെക്കുന്നത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ രാവിലെ എപ്പോൾ എണീക്കണം, എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഉണ്ണണം, ഇതെല്ലാം കൃത്യമായിട്ട് പറയാൻ ആൾക്കാർ ഒരു സ്വാതന്ത്ര്യം ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഫ്രീഡം കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞു, മോനെ അതിപ്പം കുറച്ച് സർക്കാർ ജോലിയല്ല, നാളെ പ്രൈവറ്റ് ജോലിയാണെങ്കിലും നമ്മൾ ഒരാളുടെ അടുത്ത് ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ശമ്പളം തരുന്ന ആൾ പറയും നമ്മൾ എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ. ശരിയല്ലേ? എന്നെപ്പോലൊരു മിഡിൽ ക്ലാസ് ഫാമിലി ജോലി അത്യാവശ്യമായിരുന്നു. ചാച്ചൻ പറഞ്ഞു, കൊച്ചിന് ട്രെയിനിങ് ഒക്കെ കുറച്ച് ടഫായതുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിരിക്കും. മോൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ മോൻ്റെ പ്രശ്നമെല്ലാം മാറും. അങ്ങനെ 2001 പാർലമെന്റ് അറ്റാക്ക് നടന്ന സമയത്താണ് എൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പോസ്റ്റഡ് ആവുന്നത്. അതൊക്കെ മനസ്സിലായില്ല, അതിന് മാത്രം വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ എൻ്റെ സ്വപ്നം, ഈ ശമ്പളം അന്ന് ക്യാഷായിട്ടാണ് കിട്ടുന്നത്. ഇത് കിട്ടി കയ്യോടെ ചാച്ചിന് മൊത്തത്തോടെ മണി ഓർഡർ അയക്കും. അങ്ങനെ ഞാൻ മണി ഓർഡർ അയക്കാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് ക്യൂവിൽ നിന്നൊരു സാറ്, എന്നൊക്കെ ഒരു 10-15 വർഷം എക്സ്പീരിയൻസ് സീനിയറാണ്. ആള് പറഞ്ഞു, കുട്ടാ ഒരു 1500 അതിൻ്റെ അകത്ത് നോക്കി. സാറ് സീനിയർ ആയതുകൊണ്ട് നോ എന്നും പറഞ്ഞില്ല. മനസ്സിലോടെ ഞാനും കൊടുത്തു. അയാൾ അടുത്ത മാസം ശമ്പളം കിട്ടിയപ്പോൾ കൃത്യമായിട്ട് തിരിച്ചു തന്നു. പക്ഷെ വേറൊരു സാറ് പകരം വീണ്ടും 2000 ചോദിച്ചു. എല്ലാ മാസവും ഇങ്ങനെ ആരെങ്കിലും 1000, 1500, 2000, അന്നത് വലിയ തുകയാണ്. ഇന്നേക്ക് 26 വർഷം മുമ്പ് പറയുമ്പോൾ കുറച്ച് വലിയ തുക തന്നെയാണ്. എന്തിനാന്ന് ചോദിക്കാനുള്ള ധൈര്യമില്ല. മെല്ലെ ഒരു 5-6 മാസം കഴിഞ്ഞ് അവരുമായിട്ട് കുറച്ച് അടുപ്പൊക്കെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു,
സാറ് എന്നെക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ടല്ലോ, റാങ്ക് ഉണ്ടല്ലോ, ഈ കിട്ടുന്ന പൈസയൊന്നും തികയുന്നില്ല. അവരെന്നെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, കുട്ടാ നീ കല്യാണമൊക്കെ കഴിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കും, അപ്പൊ മനസ്സിലാവും തികയുന്നുണ്ടോ. പത്തനംതിട്ട ഇവിടുത്തെ GTS പങ്കെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിൽ വളരെ യുവത്വം ഉണ്ടെങ്കിലും താരതമ്യേന കല്യാണം കഴിച്ചവരാണ് ഈ ഹാളിൽ കൂടുതൽ ഇരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ കല്യാണം ഒരു ചിലവൊന്നും അല്ലെങ്കിലും അതിന് ശേഷമുള്ള ഞങ്ങളെപ്പോലെ ശമ്പളക്കാർക്ക് സംഭവിക്കുന്നത്, ഈ 1-ാം തീയതി ശമ്പളം അയച്ചു കൊടുത്തിട്ട് വേണം പച്ചക്കറിക്കടയിൽ പറ്റുണ്ടാവും, പലചരക്കടയിൽ കൊടുക്കാനുണ്ടാവും, പിള്ളേർ പഠിക്കുന്നുണ്ടാവും, ട്യൂഷൻ ഫീസ് ഉണ്ടാവും, പിള്ളേരുടെ വണ്ടിക്കൂലി ഉണ്ടാവും, സ്കൂളിലെ ഫീസ് ഉണ്ടാവും, പിന്നെ വീടിന്റെ വാടകയുള്ള ആൾക്കാരുണ്ട്, വീടിന് ലോണുള്ള ആൾക്കാരുണ്ട്, കറണ്ട് ബില്ലും ഗ്യാസിന്റെ അതും, വല്ലപ്പോഴുള്ള ഷോപ്പിംഗ്, വല്ലപ്പോഴുള്ള ഹോസ്പിറ്റൽ, വല്ലപ്പോഴുള്ള സിനിമ, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പൈസ തീരാൻ 100 വഴിയുണ്ട്. ഇത് വരാനാകെ ഞങ്ങൾക്കുള്ളൊരു ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഇതിനിപ്പം 40,000 കിട്ടിയ 42 ചെലവാണ്. ഈ 2,000 രൂപ കൊണ്ട് ഓവർ ടൈം ഒന്നും മിലിറ്ററി എടുത്താൽ ശമ്പളം കിട്ടില്ല. ഞാൻ അവിടെ കൊണ്ടൊരു വസ്തുത, വരുമാനം ഉണ്ടെന്ന് വെച്ചാൽ നല്ല വരുമാനമുണ്ട്, ചെലവ് അതിനേക്കാൾ കൂടുതലാണ്. 15-20 വർഷം ജോലി ചെയ്ത ആൾക്കാർക്ക് പോലും സേവിങ്സ് ഇല്ല. മീൻസ് ബാങ്കിൽ പ്രത്യേകിച്ച് ഡെപ്പോസിറ്റ് ഇല്ല, നീക്കിയിരിപ്പില്ല, കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്, വീടുണ്ട്, വണ്ടിയുണ്ട്, മക്കളെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലാണ്. ഞാൻ വിളിച്ചെന്റെ അപ്പനോട് പറഞ്ഞു, ചാച്ചൻ പറഞ്ഞോളും നല്ല കാര്യങ്ങൾ, ഇവിടെ ഇത്രയും വർഷം സർവീസ് ചെയ്തവർക്ക് ഇപ്പോഴും കടമൊക്കെ ഉണ്ട്, ഞാൻ റിസൈൻ ചെയ്യാം, രാജിവെക്കും. അപ്പൊ എനിക്കിത് കയറിയത് പോലെ എങ്ങനെയും രാജിവെക്കണം. ചാച്ചൻ പറഞ്ഞു, മോനെ നിനക്ക് കൊച്ച് 17-ാം വയസ്സ് കയറിയതല്ലേ, 32-ാം വയസ്സ് റിട്ടയർ ആവും, അത് കഴിഞ്ഞാൽ പിന്നെ പണിയും കൊടുക്കണ്ടല്ലോ, നല്ലൊരു തുക പിരിഞ്ഞു വരുമ്പോൾ കിട്ടും, പിന്നെ മാസം തോറും പെൻഷൻ കിട്ടും. അപ്പൊ പിന്നെ എൻ്റെ ഒരു മോട്ടിവേഷൻ 32 വയസ്സ് കഴിഞ്ഞ് സെറ്റ്, അതുപോലെ എങ്ങനെയാണ്. അങ്ങനെ ഞാൻ ആദ്യത്തെ ലീവിന് വരുമ്പോൾ എനിക്ക് മുൻപ് റിട്ടയർ ആയ പലരെയും കണ്ടു. അതിലൊരു 10-26 വർഷം സർവീസ് ചെയ്തൊരു സീനിയർ ആയിട്ടുള്ള ഒരു സാധു, ഞാൻ അദ്ദേഹം സാധു എന്ന് വിളിക്കുന്നത്, അദ്ദേഹത്തെ ഞാൻ ഓർത്തു അദ്ദേഹം ഈ റിട്ടയർമെന്റ് ലൈഫ് എൻജോയ് ചെയ്യേ. ഞാൻ അദ്ദേഹത്തെ നോക്കുമ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയുന്ന ടൗൺ ഉണ്ട്, അവിടെ അദ്ദേഹം അവിടെ ട്രാഫിക് സിഗ്നൽ ഉണ്ട്, മന്ന, അവിടെ പൊരി വെയിലത്ത് കേരള പോലീസിന്റെ ഹോം ഗാർഡിൽ ഉടുപ്പോട്ടിരിക്കും. അത് കണ്ടവിടെ എൻ്റെ മോട്ടിവേഷൻ പോയി. കാരണം എനിക്ക് മനസ്സിലായി എൻ്റെ റിട്ടയർമെന്റ് ലൈഫ് ഏറെക്കുറെ നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അതേ ഫീൽഡിൽ ഒരു 10-20 വർഷം ചെയ്തൊരു 10 വരെ പഠിച്ചു നോക്കിയാൽ ഏകദേശം നമ്മൾ എവിടെ എത്തുന്നു മനസ്സിലാവും. ശരിയല്ലേ? അത് പറഞ്ഞപ്പോൾ കൂടുതൽ പറയാം. ഈ ഫീൽഡിനെ കുറിച്ച് നിങ്ങൾക്ക് അങ്ങനെ അറിയാമെങ്കിൽ കഴിഞ്ഞൊരു 12 വർഷമായിട്ട് മൈലേജ് ടെസ്റ്റിൽ ചെയ്യുന്ന ഒരു 10 പേരെ നിങ്ങൾ എടുത്തു നോക്കൂ. ഓക്കെ, അപ്പൊ ഞാൻ സാബിനോട് ചോദിച്ചു, സാബ് ഇവിടെ എന്താടാ കുഴപ്പം? നമ്പ്യാർ സാബ് പയ്യന്നൂർ നിൽപ്പുണ്ടല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് ഇറങ്ങിയ ആൾക്കാരാണ്. അപ്പൊ ഞാൻ അതല്ല, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ വന്ന് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് പിരിഞ്ഞു വന്ന തുകയൊക്കെ എനിക്ക് ഒരു മോളെ കൂടെ പറഞ്ഞയക്കാനുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്പ്യാർ സാറിന് പെൺമക്കളുണ്ടല്ലോ? അപ്പോ അയാൾ പറഞ്ഞു, ഓൻ വന്നിട്ടൊരു വലിയ വീട് വെച്ച്. ചില ആൾക്കാർ, ഞാൻ ഈ പറയുമ്പോൾ എല്ലാവരുടെയും പറയുന്നില്ല, ഒരു മെജോറിറ്റി, ഒരു 90% ഞങ്ങളെ പോലുള്ള ആർമിയിൽ നിന്ന് റിട്ടയർ ആയ ആൾക്കാരിൽ ഞാൻ കണ്ടൊരു വസ്തുത, ചില ആൾക്കാർ മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ചപ്പോൾ, ചില ആൾക്കാർ മക്കളെ വിദേശത്ത് പഠിപ്പിക്കാൻ അയച്ചപ്പോൾ, ചില ആൾക്കാർ വീട് വെച്ചപ്പോൾ, ചില ആൾക്കാർ പെങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഒക്കെ പൈസ തീർന്നുപോയി. ഞാനൊരു 3 പെൺമക്കളുടെ അച്ഛനാണ് കേട്ടോ. അപ്പോ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ബിജോഷെ 65,000 രൂപ ശമ്പളം ഉണ്ട്, എല്ലാ മാസം കൃത്യത അയച്ചു കൊടുക്കും. പെണ്ണുപിള്ളയും പിള്ളേർ കറക്റ്റ് 65 ചെലവാക്കി തന്നെ ശീലിച്ചു. അത് കറക്റ്റ് ബാലൻസ്. ഇപ്പൊ പെൻഷൻ ആയിട്ട് 27,000, പക്ഷെ അവർ 65-ലാണ് നിൽക്കുന്നത്. ഈ ബാലൻസ് ഇവിടുന്ന് കുട്ടിക്ക് പണിയെടുക്കാം. അങ്ങനെ മെജോറിറ്റി. ചില ആൾക്കാർ പറഞ്ഞു, എടോ പണ്ടത്തെ വില നിലയൊന്നും വീട്ടിലില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങളെപ്പോലുള്ളവരെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൈം ടൈം, അതായത് കൗമാരവും യൗവനവും രാജ്യത്തിനും കുടുംബത്തിനും കൊടുത്തിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ലാസ്റ്റ് പൈസ ഇല്ല, വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ചാച്ചനോട് ഒന്നുകൂടെ ചോദിച്ചു, രാജി വെച്ചോട്ടെ. ചാച്ചൻ പറഞ്ഞു, നീ രാജി മിണ്ടിപ്പോകും. കാരണം എൻ്റെ പെങ്ങളും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ വീട്ടിലെ ആ ശമ്പളം വീട്ടിൽ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വാശിക്ക് +2 പൂർത്തിയാക്കാനാണ് പോയത്. വാശിക്ക് പഠിക്കണം തീരുമാനിച്ച് മിലിറ്ററി ഇരുന്നുകൊണ്ട് തന്നെ +2 രണ്ടാമത് എഴുതിയെടുത്ത് ഗ്രാജുവേഷൻ ചെയ്ത് MBA വരെ പട്ടാളത്തിലിരുന്ന് ഒരു വാശിക്ക് പഠിച്ചു. ആർമിയിൽ അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടൊന്നും അല്ല കേട്ടോ, ഒരു വാശിക്ക് പഠിക്കും. നമുക്കൊരാഗ്രഹം, 70-ാം വയസ്സിൽ നിന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതുന്നവരില്ലേ, അവര് PSC ജോലിക്ക് കയറാൻ വേണ്ടി എഴുതുന്നല്ലോ, നമ്മളുടെ ഒരു ആഗ്രഹം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പഠിച്ചു. അപ്പോഴെല്ലാം എനിക്ക് രാജിവെക്കണം എന്നാണ്. 2011 എൻ്റെ ചാച്ചൻ മരിച്ചുപോയി. അപ്പോഴത്തേക്ക് എൻ്റെ ഫാമിലി എല്ലാവരും നല്ല സെറ്റിൽഡായി, എല്ലാവരും വെൽ സെറ്റിൽഡായിരുന്നു. ഒരു ബ്രദർ ഒഴിച്ച് ബാക്കി എല്ലാവരും സാമ്പത്തികമായിട്ട് നല്ലപോലെ സെറ്റിൽഡായി, നല്ല പ്രൊഫഷണലൊക്കെ ആയി. പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, അവളൊരു ടീച്ചറാണ്, അവൾ ഒമാൻ ഗവൺമെന്റിലേക്ക് ജോലിക്ക് പോയി. 2012 എൻ്റെ കല്യാണാലോചന 2011 ചാച്ചൻ മരിക്കുന്ന സമയത്ത് വന്നിരുന്നു. അപ്പൊ ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു, സർക്കാർ ജോലി കണ്ടിട്ടാണ് ഓക്കെ പറയരുത്, കാരണം ഞാനിത് എപ്പോൾ രാജിവെക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. മിലിറ്ററിയിലോട്ട് കയറുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ, കാരണം കുറേ പ്രൊസീജിയർ. അപ്പൊ അവള് പറഞ്ഞു, നിങ്ങൾക്ക് കോൺഫിഡന്റ് ആണെങ്കിൽ ഓക്കെ.
അങ്ങനെ അവളുടെ കൂടെ പൂർണ്ണ സമ്മതത്തോടു കൂടി 2013 ഞാൻ സർക്കാർ ജോലി നിരുപാധികം രാജിവെച്ചു. കൈയടിക്കാൻ മാത്രം അടിച്ചില്ലോ, ഒരു കാരണവശാലും അടിക്കരുത്. ഞാൻ രാജിവെച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പ്രൊമോഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. 2.25 വർഷം കൂടെ ജോലി ചെയ്തിരുന്നെങ്കിൽ പെൻഷൻ കിട്ടുമായിരുന്നു. അത് വാങ്ങാതെ രാജിവെച്ച കാര്യമാണ് പറയുന്നത്. ഒരു ആന മണ്ടത്തരം തന്നെയാണ്. ഞാനത് അതിനെ തിരുത്തുന്നു. ഇനി ഞാൻ മരിച്ചാൽ എൻ്റെ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ കിട്ടേണ്ട ഒരു പെൻഷൻ. പക്ഷെ ഞാനത് അത്ര ചിന്തിച്ചിട്ടുള്ളൂ, ഒരു ദിവസം ഒരാളുടെ കീഴിലല്ലാതെ ജീവിക്കും. രാജ്യസേവ എന്നുള്ള ആസ്പെക്റ്റിലാണെങ്കിൽ ഞാൻ ചെയ്യാവുന്നതല്ല മാക്സിമം ചെയ്തിട്ടുണ്ട്. കാശ്മീരിലൊക്കെ ഒത്തിരി വർഷം നിന്നിട്ടുണ്ട്, സിയാച്ചിൻ പ്ലേസിൽ നിന്നിട്ടുണ്ട്. എനിക്ക് പിന്നെയുള്ളത് ഒരാളുടെ കീഴില്ല, ഒരു ദിവസം സ്വസ്ഥമായിട്ട് ഒരാളുടെ കമാൻഡിങ്ങിലല്ലാതെ ജീവിക്കണം. സ്വന്തമായിട്ട് നാട്ടിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങണം. അങ്ങനെയൊക്കെ നാട്ടിൽ വന്നപ്പോഴാണ് ഇവിടുത്തെ വസ്തുത കറക്റ്റ് മനസ്സിലായി വന്നത്. അന്ന് കിട്ടിയ തുക കൊണ്ട് ഇവിടെ കാര്യമായിട്ടൊന്നും തുടങ്ങാൻ പറ്റും. കാരണം എൻ്റെ പ്രതീക്ഷ വെച്ചിട്ടുള്ളതൊന്നും തുടങ്ങാൻ പറ്റില്ല. ദിവസം മുന്നോട്ട് പോകുന്നതോറും അക്കൗണ്ട് കാര്യമായി തുടങ്ങി. വൈഫ് നേഴ്സാണ്, അപ്പോൾ അവളുടെ ശമ്പളത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രാജിവെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ബന്ധുക്കളും അയലോക്കംകാരും എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങി. കാരണം അവരും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരുത്തൻ രാജിവെച്ച് വരുന്നത് കണ്ടത്. ഇനി ഇന്ന് മീറ്റിംഗിൽ വന്നവർ നേരെ കയറി പറഞ്ഞേക്കരുത്, പട്ടാളത്തിൽ നിന്ന് രാജിവെച്ച ഒരാൾ മൈനേഴ്സിലേക്ക് വന്നത്. ഞാനതിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളായിട്ട് ഇടയ്ക്ക് കേട്ടെടുത്ത് എഡിറ്റ് ചെയ്ത് ഞാനന്ന് മൈനേഴ്സിൽ കേട്ടിട്ട് പോലും ഇല്ല. എന്ത് ചെയ്യേണ്ടത് അറിയില്ല. അങ്ങനെ ആ സമയത്ത് കാനഡയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി. ആ സമയത്താണ് PR ഒക്കെ വീണ്ടും 2014 പ്രത്യേകിച്ച് പത്തനംതിട്ട ഒത്തിരി ആൾക്കാർ പുറത്തുള്ള നമുക്കറിയാം. 2014 കാനഡിയൻ ഗവൺമെന്റ് രണ്ടാമത് PR-ന്റെ കാര്യങ്ങൾ ഓപ്പൺ ആക്കുന്നത്. ഞാൻ ഇവിടെ തന്നെ വന്നു, ഇവിടെയുള്ള ഒരു ഏജൻസി, എറണാകുളത്ത് ഒരു ഏജൻസി വന്നു. IELTS എക്സാമിനേഷൻ എഴുതി. അന്ന് 8 ബാൻഡോട് കൂടി പാസ്സായി. അന്ന് വലിയ കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ആവശ്യം വളരെ വലുതായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇനി IELTS ഉറുദുവിലാണെങ്കിൽ ഞാൻ പാസ്സായത്. കാരണം എനിക്ക് എങ്ങനെയും രക്ഷപ്പെട്ട് പോകണം. അങ്ങനെ ഞാനും വൈഫും കൂടെ IELTS ഒക്കെ എഴുതി നിൽക്കുന്ന സമയത്ത്, അപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ മിലിറ്ററിയിൽ എക്സ്പീരിയൻസ് ഉണ്ട്, പ്ലസ് MBA കഴിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ഒരു 3-4 ലക്ഷം രൂപ കാനഡയിൽ ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നഴ്സിംഗ് ഫീൽഡിൽ നല്ല ഡിമാൻഡുണ്ട്. അങ്ങനെ PR-ന് പേപ്പർ വെച്ച് നല്ല കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്ന സമയത്ത്, പൂർണ്ണമായിട്ട് കഴിഞ്ഞൊന്നുമില്ല, സ്റ്റെപ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പോൾ 2-3 വർഷം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് വെറുതെ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കുറച്ച് ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ ഇരുന്നൊരു ചേട്ടൻ, അവർ ഇതിനെക്കുറിച്ച് ഇടയ്ക്കൊക്കെ പറയുന്നത് എന്നോട് പറയുന്നു. ഒരു ദിവസം ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ബിജോഷേ ഒരു നല്ല ബിസിനസ് ഉണ്ട്, നീ ഒന്ന് കേൾക്ക്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരും ബെന്നി എന്നാണ്, ഒഫീഷ്യലി ആന്റണി VA, എൻ്റെ സ്പോൺസറാണ് അദ്ദേഹം, കമ്പനിയുടെ നാഷണൽ ടീം. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ബെനിച്ചേട്ടാ, അദ്ദേഹത്തെ ബെന്നി എന്നാണ് ഞങ്ങൾ വിളിക്കുക, എൻ്റെ വീടിൻ്റെ അടുത്ത് 150 മീറ്റർ ദൂരമുള്ള അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ബെനിച്ചേട്ടാ ബിസിനസ്സൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിനുള്ള കാശില്ല, പ്ലസ് ഞാനിപ്പോൾ കാനഡയിലോട്ട് പോകാൻ നിൽക്കുകയാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യ ബിസിനസ് ചെയ്തിട്ട് എങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞ രണ്ടിനും സൊല്യൂഷൻ വേണം. ഒന്ന്, പണമൊന്നും വേണ്ട. 2, ലോകത്തെവിടെ ഇരുന്ന് വേണേലും ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലോകത്തെവിടെ ഇരുന്നു, അപ്പോൾ കാനഡയിൽ പോയിരുന്നു ആരുടെയും കീഴിൽ പണിയെടുക്കണ്ട, ബിസിനസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ കാനഡയിൽ പോയി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തന്നേക്കോ കൈയോട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നാളെ രാവിലെ ഞായറാഴ്ച JCയുടെ ഹാളിൽ ഒരു കോൺഫറൻസ് ഉണ്ട്, അവിടെ വന്നാൽ മതി. ഞാൻ ചോദിച്ചു എപ്പോൾ? ഒരു 10 മണി. ഞാൻ 9:45 സാറ് മാഡം കയറി ഇന്നലെ ഫസ്റ്റ് കസേര കയറിയിരുന്നു, ഇനി ലേറ്റ് ആയിട്ട് നമ്മളെ കൂട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അവിടെ 10 മണിയായി 11 മണിയായി, ഞാനല്ലാതെ ഒരു ഒറ്റ മനുഷ്യൻ ഹാളിലേക്ക് വന്നില്ല. എന്നെ വിളിച്ച് ബെനിച്ചേട്ടൻ കുറേ നേരം ടെൻഷൻ അടിച്ചു. പിന്നെ ഇത് ഈ പ്ലാൻ പറയാൻ വേണ്ടി പുറത്തുനിന്ന് 2 പേര് വന്നിട്ടുണ്ട്. അവരാണ് ഈ ബിസിനസ് പ്ലാൻ പറയുന്നത്. അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, എനിക്ക് ഒന്നും മനസ്സിലായി. അപ്പോൾ ഇന്ന് ഇവിടെ കനകരാജ് സാർ അല്ലേ, എത്ര മനോഹരമായിട്ടാണ് സാർ ഇത് അവതരിപ്പിച്ചത്. പക്ഷെ അന്ന് പറഞ്ഞവർ മനോഹരമായിട്ട് അറിയാം അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. എന്തൊക്കെയോ ബിസിനസിനെ കുറിച്ച് പറഞ്ഞു, എനിക്കൊരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. പിന്നെ അവർ പിന്നെ ഒരു ചെറിയൊരു ടീപ്പോ എടുത്ത്, ഞങ്ങൾ 2-3 പേരേ ഉള്ളൂ, അവർ 2 പേരുണ്ട്, പിന്നെ എന്നെ വിളിച്ച ആളുണ്ട്, ഞാനുണ്ട്. ഒരു ചെറിയ ടീപ്പോ എടുത്തിട്ട് ഒരു കുപ്പി എടുത്തിട്ട് ഇത് കൊണ്ട് വിൽക്കുവാണോ, നല്ല പൈസ കിട്ടുന്നു. പട്ടാളക്കാരൻ കുപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ എണ്ണയുടെ കുപ്പിയാണ്. എനിക്ക് ദേഷ്യം, ഞാൻ ഇത് വിൽക്കാൻ നിങ്ങളെന്നെ വിളിപ്പിച്ചേ. ഞാൻ എന്തെങ്കിലും പറയാമെന്ന് കരുതുമ്പോഴത്തേക്ക് ഒരു സോപ്പും പേസ്റ്റും കൂടി വെച്ചിട്ട് പറഞ്ഞു 3 കൂടെ വിൽക്കണം, നല്ല പൈസ. എനിക്ക് തെറി പറയാൻ തോന്നി. അപ്പോൾ ഞാനിത് പറയണോ വേണ്ടതെന്ന് നോക്കുമ്പോഴത്തേക്കും ഈ പ്ലാൻ പറഞ്ഞ ആൾ പറഞ്ഞു, ഒരു 10 പീസൊക്കെ വിൽക്കുവാണെങ്കിൽ നല്ലപോലെ പൈസ ഉണ്ടാകും. അപ്പൊ ഞാൻ ബെനിച്ചേട്ടൻ പറഞ്ഞു, ബെനിച്ചേട്ടൻ ഞാനിത് വിൽക്കാൻ വന്നൊന്നുമല്ല, നിങ്ങൾ എന്നോട് കാനഡയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന എന്തോ e-commerce ബിസിനസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് പറയും. അതിനുശേഷമാണ് നേരത്തെ പ്ലാൻ അവതരിപ്പിച്ച പോലെ അവരൊരു പേപ്പറൊക്കെ എടുത്ത് നടുക്കൂടെ ഒരു വരയിട്ടിട്ട് സെന്ററിൽ ഒരു മുട്ടയിട്ടിട്ട് എന്നോട് പറഞ്ഞു, ബിജോഷ് സാർ ഇതാണ് നിങ്ങൾ. 2 ഓർഗനൈസേഷനിൽ കൃത്യമായിട്ട് വരച്ചു, 2 സൈഡിലും 10,000. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് ഈ 10,000? അപ്പൊ അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ 1-ൽ 10,000 BV വരും, 2-ൽ 10,000 BV. ഞാൻ പറഞ്ഞു, വീട്ടിൽ ഒരു BV ഉണ്ട്, അത് തന്നെ മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. അവരോട് ഇത് അത്ര BV അല്ല, നിങ്ങളൊരു 100 രൂപയുടെ സാധനം വന്ന് വാങ്ങുകയാണെങ്കിൽ
100 രൂപ കൊടുക്കുകയാണെങ്കിൽ, ഒരു പക്ഷേ പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാർ കൂടിയാണ് ഞാൻ എടുത്ത് പറയുന്നത്, നമ്മളൊരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു 130-140 രൂപ MRP ഉള്ള സാധനം എന്ന് കരുതും, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മളൊരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ 140 രൂപയുടെ സാധനം നമുക്ക് കിട്ടും. അതാണ് ഈ ബിസിനസ് ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. പ്ലസ് ഒരു 75 പോയിന്റും കിട്ടും. സാധനം കിട്ടും വില കുറവിൽ, പ്ലസ് കുറച്ച് പോയിന്റും കിട്ടും. ആ പോയിന്റ് കൂട്ടി വെച്ചിട്ട് അതിനൊരു ക്യാഷ് ബാക്ക്. നമ്മളിപ്പോൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ബാക്ക് കിട്ടാറില്ലേ? സൂപ്പർ മാർക്കറ്റിൽ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടാറില്ലേ? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടാറില്ല. അത്ര ഒരു ക്യാഷ് ബാക്ക്. അപ്പൊ ഞാൻ നമുക്ക് രസമുണ്ട്, 1000 രൂപയ്ക്കാണ് കിട്ടുന്ന ക്യാഷ് ബാക്ക്, അടിപൊളി. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. പക്ഷേ ക്യാഷ് ബാക്ക് അവർ കൂട്ടാൻ തുടങ്ങി. മെല്ലെ ആഴ്ചയിൽ 6000 കിട്ടും, ആഴ്ചയിൽ 10000 കിട്ടും, ആഴ്ചയിൽ 15000 കിട്ടും. ആഴ്ചയിൽ 15000 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പക്ക ബ്ലോക്കായി. കാരണം ആഴ്ചയിൽ 15000 എന്ന് പറയുമ്പോൾ മാസം 60000 രൂപയുണ്ട്. ഈ മാസം 60000 രൂപ വാങ്ങാൻ വേണ്ടി പട്ടാളത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഇവരാണ് പറഞ്ഞത് ഒന്നും വേണ്ട, ഇതേ സോപ്പ് തേച്ച് കുടിക്കുക, പല്ല് തേക്കുക. അപ്പൊ എനിക്ക് തോന്നി നടക്കില്ല. അവർ വലിയ ആഴ്ചയിൽ 50,000, 1 ലക്ഷം, 2 ലക്ഷം, 2,10,000, പിന്നെ നിരന്തരമായ 2,10,000 ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇയാളെ പറഞ്ഞ് തോപ്പിച്ചിട്ടൊന്ന് പെട്ടെന്ന് എണീച്ചു പോകാം. ഈ ടൈം വേസ്റ്റ്. ഞാൻ വെല്ലിച്ചേട്ടനോട് ചോദിച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ മാറി. വളരെ ഹാർഷായിട്ട് അദ്ദേഹം ചോദിച്ചു, ഉള്ള കാര്യം പറയണം, നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? അയാളാണ് എന്നെ വിളിച്ചോണ്ടോ. അയാൾ എന്നെ നോക്കി ദയനീയമായിട്ട് പറഞ്ഞു, കുട്ടാ എനിക്ക് 5 പൈസ കിട്ടിയിട്ട്. ഞാൻ തുടങ്ങി ഒറ്റ മാസമായിട്ട്. നിനക്ക് എന്തായാലും ചോദിക്കണം ഇവരോട് ചോദിച്ചു. വേറെ 2 പേര് ദൂരെ നിന്ന് ആരുമാണ്. അപ്പൊ ഞാൻ അവർ വന്ന വണ്ടിയൊക്കെ നോക്കുമ്പോൾ ഒരു ടാറ്റയുടെ പഴയ ഇൻഡിക്ക കാറാണ്, ടയറൊക്കെ മുട്ടയിട്ടു. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി, ഇവർക്ക് കിട്ടുന്നുണ്ടാവും. 2,10,000 രൂപ ആദ്യം ടയർ മാറ്റിക്കൂടി. ടയർ മാറ്റാൻ 5000 രൂപ പറ്റുള്ളൂ, അത് മാറ്റിയിട്ട്. ഞാൻ അവരോട് ചോദിച്ചു, ഞാൻ പിന്നെ കുറച്ചും കൂടെ ഫോർമൽ ഞാൻ ചോദിച്ചു, വേറെ ആർ യു ഫ്രം? അയാൾ പറഞ്ഞു, ഞാൻ കൂത്തുപറമ്പത്താണ്, ഞാൻ ലോറി മേഖലയിലാണ്, ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചു. ഞാൻ ഉണ്ടല്ലോ, എനിക്കുള്ളൊരു ഈഗോ. അപ്പോൾ ഞാൻ അടുത്ത ആൾ പറഞ്ഞു, ഞാൻ വയനാട് നിന്നാണ്, ഞാൻ ഡിഗ്രി പഠിച്ചതാണ്, സാർ എന്നോട് ചോദിക്കും. ഞാൻ ചോദിച്ചു നിങ്ങളെന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പ്ലാന്റേഷനൊക്കെ നടത്തി നഷ്ടമായി, ഒരു രക്ഷയില്ല. അതിന് കടം കയറി തേയിലത്തോട്ടം നഷ്ടമായതിനു ശേഷം ജീവിക്കാൻ വഴിയില്ല. ഞാനൊരു ടാക്സി ഡ്രൈവറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ് കേൾക്കുന്നത്. ഇപ്പം ഞങ്ങൾ രണ്ടും ഇതാ ചെയ്യുന്നു. ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒത്തിരി ചോദിക്കാനൊന്നുമില്ല. 2,10,000 കിട്ടുന്നുണ്ടോ? അപ്പോൾ അവർ 2 പേരും കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, 2,10,000 അല്ലേ, അത് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, 2,10,000 കിട്ടുന്നുണ്ടോ? അവർ വീണ്ടും പറഞ്ഞു, 2,10,000 കിട്ടും. ഞാൻ പറഞ്ഞു, മാഷേ 2,10,000 ഇപ്പൊ കിട്ടുന്നുണ്ടോ? അത് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇപ്പൊ 1,000 രൂപയൊക്കെ കിട്ടും ആഴ്ച. എനിക്കിതിന്റെ ലോജിക്കേ മനസ്സിലായില്ല. വയനാട് നിന്ന് എന്റെ കണ്ണൂരുള്ള വീട് വരെ ഈ കാർ ഓടിച്ച് വന്ന് തിരിച്ചു പോകണേ മിനിമം 3,000 രൂപയ്ക്ക് എണ്ണ അടിക്കേണ്ടി വരും. ആഴ്ച കിട്ടുന്നതോ 1000 രൂപ. അപ്പൊ കൂലിപ്പണിക്ക് പോയപ്പോൾ അതിനേക്കാളും ബെറ്റർ ആണ്. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവരെന്നെ നിരന്തരം ഫോളോ അപ്പ് ചെയ്തു, പ്ലസ് ബെനിച്ചർ. അപ്പൊ ഞാൻ പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ബിസിനസ് ചെയ്താൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ പേസ്റ്റ് നമ്മൾ വാങ്ങണം. ഞങ്ങളെ സംബന്ധിച്ച് ക്യാൻറ്റീൻ കാർഡ് ഉണ്ട്, ഡിസ്കൗണ്ടിൽ കിട്ടും. അവരന്ന് പറഞ്ഞു, അവിടെ നിന്ന് കിട്ടുന്ന ഡിസ്കൗണ്ടിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട്. പിന്നെ വൺസ് ഇവിടെ നമ്മളൊരു സാധനം, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് നമുക്ക് എന്താ പറയുന്നത്, തലേ തരുന്ന ഒരു എണ്ണ ആയിക്കോട്ടെ, പാത്രം കഴുകുന്ന ഒരു സൂത്രം ആയിക്കോട്ടെ, ഒരു ലോഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ബാർ ആയിക്കോട്ടെ, അത് വാങ്ങിച്ചു പോകാൻ പോലും നമ്മൾ ഇവിടെ ഒരു ഐഡിയ അടിച്ചെങ്കിൽ ജീവിതകാലം മൊത്തം കമ്പനി എന്തെല്ലാം മാർക്കറ്റ് ചെയ്യും അതെല്ലാം ഡിസ്കൗണ്ട് കിട്ടും. പ്ലസ് ഇന്ത്യയിൽ മൊത്തം ഈ ബിസിനസ് ചെയ്യാനുള്ള ഒരു ഫ്രാഞ്ചൈസി ഓപ്പർച്യൂണിറ്റി. അപ്പൊ എനിക്ക് തോന്നി ഒന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഏതെങ്കിലും കമ്പനിയുടെ വേസ്റ്റ് വാങ്ങണം, ഏതെങ്കിലും നിങ്ങൾ എല്ലാം കുടിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ആയിരിക്കില്ലേ? അല്ലെങ്കിൽ ആണെന്ന് പറയുന്നത് നമ്മള് ചിലപ്പോ എത്രയോ വർഷമായിട്ട് ചന്ദ്രിക സോപ്പ് ഉപയോഗിക്കുന്ന ആളുണ്ടാവും. എന്റെ എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ വീട്ടിൽ പിന്നെ എന്താ പറയുന്നത്, ഒരു ലൈഫ് ബോട്ട് ഒരു വലിയൊരു ചുവന്ന സോപ്പ് വരുന്നത് കൊണ്ടൊന്നും എനിക്കറിയില്ല. ലൈഫ് ബോയുടെ ചുവന്ന വലിയ കട്ടയായിരുന്നു വീട്ടിൽ ചാച്ച വാങ്ങിച്ചോണ്ടിരുന്നത്. അത് പെട്ടെന്ന് തീരില്ല. പട്ടാളത്തിൽ പോയി എനിക്ക് ശമ്പളം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല പേഴ്സിലോട്ട് മാറി. അപ്പൊ അതിന്റെ ശമ്പളത്തിൽ വാങ്ങുന്നതാണ്. ഇതന്നെ വർഷങ്ങളായിട്ട് വാങ്ങുന്നത്. നമ്മൾ ഇതേപോലെ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും സോപ്പ് ഉണ്ടാവും, പേസ്റ്റ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഓണം വരുമല്ലേ, അവരെന്തെങ്കിലും ഡിസ്കൗണ്ട് തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർക്ക് അറിയില്ലല്ലോ നമ്മൾ കഴിഞ്ഞ 15 വർഷമായിട്ട് അവരുടെ സോപ്പ് വാങ്ങുന്നവർ. ഇവിടെ ഈ ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കമ്പനി സുപ്രീം ക്വാളിറ്റി. അത് ഓൾറെഡി സാറ് പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സ്ഥിരമായിട്ട് അത് ഉപയോഗിച്ചാൽ പോലും വരുമാനത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കാരണം നിങ്ങളത് ജസ്റ്റ് ഉപയോഗിക്കാൻ മറ്റ് ലയബിലിറ്റി ഒന്നും ഇല്ല.
മറ്റു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പർ നോർമൽ ഫോർമാറ്റിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഇത് വിലക്കുറവിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് അത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി അല്ല നിങ്ങൾക്ക് മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലൈസൻസ് കൂടി. അപ്പൊ അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ എടുത്ത് എൻ്റെ പേര് തന്നെ അവർ 2-3 ഐഡി ചവറ അടിച്ചു. 10-15,000 രൂപ എൻ്റെ അടുത്ത് വാങ്ങിച്ചു. അന്ന് പ്രൊഡക്റ്റ് ഒന്നുമില്ല. പ്രൊഡക്റ്റ് വരണം, കേരളത്തിൽ അന്നില്ല, വരണം. 2015 അവർ ബാംഗ്ലൂരോ മറ്റോ പോയിട്ട് എടുക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ടാണ് പ്രൊഡക്റ്റ് വരുന്നത്. പക്ഷെ ഞാൻ പ്രൊഡക്റ്റ് വരാമെന്ന് വെയിറ്റ് ചെയ്തില്ല. കാരണം ഇവരെന്നെ വീണ്ടും വരുമ്പോൾ ഇവർ ഈ 2,10,000 പ്ലാൻ പറയുന്നുണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഓർത്തു നമ്മൾ എന്തിനാണ് വെയിറ്റ് ചെയ്തു, പെട്ടെന്ന് ചെയ്തേക്കാം. ഞാൻ എൻ്റെ പഞ്ചാബിലും രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെയുള്ള എൻ്റെ മിലിറ്ററി ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പ്ലസ് മലയാളികളൊക്കെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അളിയ അടിപൊളി പരിപാടി വന്നിട്ടുണ്ട്, പട്ടാളത്തിൽ വെറുതെ സമയം കളയണ്ട, ഇങ്ങോട്ട് പോരെ, എല്ലാ ആഴ്ചയും 2,10,000 രൂപ പോയി. അവരെന്ന് പറഞ്ഞ മറുപടി ഒന്നും ഒരു പൊതുവേദി പറയാൻ കൊള്ളുന്നു. ചിലരൊക്കെ എന്റെ നമ്പർ അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. ഇത് അൺബ്ലോക്ക് ആകുമ്പോൾ കുറെ വർഷങ്ങൾ എടുത്തു. പിന്നെ നാട്ടുകാർ പലരോടും പറഞ്ഞപ്പോ എന്നോട് അന്ന് വരെ ഉണ്ടായിരുന്ന റെസ്പെക്ട് ഒക്കെ മെല്ലെ പോയി തുടങ്ങുന്നത് കണ്ടു. ആൾക്കാർ അതുവരെ ഒരു എക്സ് മിലിറ്ററി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു ബഹുമാനമൊക്കെ ഉണ്ടോ, ഇനി ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ബഹുമാനം കാണിക്കും. പക്ഷെ അത് മെല്ലെ ഈ പ്ലാൻ പറയുന്നുണ്ടപ്പോൾ പോയപ്പോൾ എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, ബിജോഷേ ഇതൊക്കെ 6 മാസത്തിനപ്പുറം പോകില്ല, ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ വരുന്നു പോകും. വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള അടുത്ത് എന്നോട് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞ നന്നായി. ഞാൻ എന്താ അറിയാം, ഇനി വേറെ ആരോടും പറഞ്ഞേക്കില്ല, പോലീസ് വിളിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ കമ്പനിയിൽ വന്ന ആദ്യത്തെ 1-2 മാസങ്ങൾക്കുള്ളിൽ ഉറപ്പ് വരുത്തിയത് ഇതിലൂടെ പണം കിട്ടുമോ ഇല്ലയോ എന്നല്ല, ഇത് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. കാരണം അവരെന്നെ പറ്റിക്കാമെന്നാണ് ഞാൻ ആരും വെറുതെ വിടില്ല. അത് ഞാൻ തീരുമാനിച്ചു. 2, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാജ്യം അനുശാസിക്കുന്ന നിയമം അനുസരിച്ചുള്ള പൈസ നോക്കും. ഇന്ന് ഉറപ്പിച്ച് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റും, അങ്ങനെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ ഒരു കമ്പനി ചൂസ് ചെയ്യാൻ ഒരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ജെനുവിൻ പക്ക എത്തിക്കൽ ബിസിനസ് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഇന്ന് മൈലേജ്. നിരവധി കമ്പനികളുണ്ട്, ഒത്തിരി ലീഗൽ ജെനുവിൻ കമ്പനികളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നമുക്ക് ട്രസ്റ്റ് വർത്തായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതും ചെയ്ത് വിജയിക്കാൻ പറ്റുന്നതും ഒത്തിരി നല്ലതായ മാത്രം പോരാ, ചെയ്താൽ ചെയ്യുന്നവരും എന്തായാലും മെച്ചം കിട്ടണം. നിങ്ങൾ ഈ ഹാളിൽ എത്രയോ അധികം ആൾക്കാരെ വിവിധ മേഖലകളിൽ നിന്ന് കണ്ടു. അദ്ദേഹം ഒരു ഷോപ്പ് ഓണർ, അദ്ദേഹം ടെക്നോ പാർക്കിൽ നിന്ന് വന്നിരിക്കുന്നു, നേരത്തെ ഒരു ഹോമിയോ ഡോക്ടർ വന്നിരിക്കുന്നു, നേരത്തെ തൊഴിൽ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്നു, എത്രയോ നഴ്സസ് വന്നിരിക്കുന്നു, എത്രയോ റിട്ടയറീസ് വന്നിരിക്കുന്നു. സൊസൈറ്റിയുടെ വിവിധ തുറകളിലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ, അവർക്ക് എത്ര ഹാപ്പി ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾ മലഞ്ചരക്ക് വ്യാപാരികളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു നോക്കും, എല്ലാവരും വലിയ മുറുകി വരികയിരിക്കുന്നു. പലചരക്കടക്കാരെ മീറ്റിംഗ് വിളിച്ചു നോക്കും, എല്ലായിടത്തും ടെൻഷനാണ് കച്ചവടത്തിൽ. ഹാപ്പി ആയിട്ട് പ്രതീക്ഷയോടെ ചെയ്യുന്ന ഏതെങ്കിലും മേഖല ഉണ്ടെങ്കിൽ ഇന്ന് അത് മൈലേജ്. പിന്നെ ഇവിടെ ഒരു മിഡ് നൈറ്റ് വണ്ടർ ഒന്നുമില്ല. ഇരുട്ടി നേരം വെളുക്കുമ്പോൾ കോടീശ്വരനാണെന്ന് പ്രതീക്ഷിച്ച് ദയവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തേക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് തുടങ്ങിയേക്കരുത്. ഇച്ചിരി സമയമാണ്, പക്ഷെ ആ ഇച്ചിരി സമയം ഒത്തിരി സമയമല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എത്ര മണിക്കൂറുകൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നു അതനുസരിച്ചിരിക്കും. അപ്പോൾ അതിന് ലീഗൽ എന്നുള്ള ആ വിഷയത്തിലെ കൺഫ്യൂഷനൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മെല്ലെ മീറ്റിങ്ങുകൾക്ക് വരാൻ തുടങ്ങി. അപ്ലയൻസ് അന്ന് പ്ലാൻ പറഞ്ഞ അന്ന് 2 പേർ, അതായത് ആ ഒരാൾ കൂത്തുപറമ്പെന്നും വയനാടെന്ന് പറഞ്ഞ് പറഞ്ഞല്ലോ, ഈ 2 പേർ, ഒന്ന് ഗ്ലോബൽ ടീം കോർഡിനേറ്റർ MS പ്രസാദ് സാർ, ഗ്ലോബൽ ടീം കോർഡിനേറ്റർ സോമകുമാർ സാർ. അങ്ങനെ മീറ്റിങ്ങുകൾക്കൊക്കെ വന്നു. ഈ ഹാളിൽ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒത്തിരി വർഷം മുമ്പ്, എനിക്കൊന്ന് കോവിഡിന് മുമ്പ് ഇതേ ഹാളിലായിരുന്നില്ല മീറ്റിംഗ്. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വന്ന് ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പല പ്രാവശ്യം മീറ്റിങ്ങുകൾക്കൊക്കെ കയറി മെല്ലെ ആദ്യം നെഗറ്റീവ് പറഞ്ഞവർ വന്നില്ലെങ്കിലും മറ്റു പലരും ഒപ്പം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. 2-3 പേര് ടീമിൽ വന്നു. എനിക്കാണിത് വിൽക്കാൻ അറിയില്ല, ആൾക്കാരോട് പറയാനറിയില്ല. പക്ഷെ ടീമിൽ വന്ന ചില ചേച്ചിമാർ, അവർ നന്നായിട്ട് റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവർ കൂടുതലായിട്ട് റീറ്റെയിൽ ചെയ്യാൻ തുടങ്ങി. ഓട്ടോമാറ്റിക് കുറച്ച് കച്ചവടം കൂടി. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ റീറ്റെയിൽ ചെയ്യുന്ന 3 പേരെ കാണിച്ചു തരുമോ. ഒരു ആദ്യമൊന്നും സമ്മതിച്ചില്ല, ഞങ്ങളുടെ ഈ എന്തിനാ വെച്ച കല്ലിടുന്നതെന്ന് ചോദിച്ചു. പക്ഷെ മെല്ലെ അവരാ കുറച്ച് പേരെ കാണിച്ചു തരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറിയാതെ തന്നെ എന്നോടൊപ്പം പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുന്ന 10-15 പേരൊക്കെ. അതെനിക്ക് ഭയങ്കര കോൺഫിഡൻസ്. ഇപ്പം എനിക്ക് തോന്നി, എനിക്ക് വിൽക്കാൻ അറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായാൽ മതി. മറ്റേത് ബിസിനസ്സിനാണ് നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് ഭാഷ അറിയാവോ, സംസാരിക്കാൻ അറിയാവോ, വിൽക്കാൻ അറിയാവോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടോ, അതൊന്നും വിഷയമല്ല.
നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കണം, വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറാണോ? അത് മതി. നിങ്ങൾ ഒരു പ്രാവശ്യം മീറ്റിങ്ങിന് പോയപ്പോൾ തലശ്ശേരിയിൽ നടന്നൊരു മീറ്റിങ്ങിൽ, അത് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഐ ഓപ്പണർ മീറ്റിംഗ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് മീറ്റിംഗ് ആയിരുന്നു. ആ ഒരു മീറ്റിംഗ് വെച്ചിട്ടാണ് ഇന്ന് കമ്പനിയുടെ ക്രൗൺ ഡയമണ്ട് എക്സിക്യൂട്ടീവ് മിസ്റ്റർ മുബീൻ മുഹമ്മദ് സാറിനെ ഞാൻ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2015 എൻ്റെ തുടക്കത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ അദ്ദേഹത്തെ കാണുന്ന സമയത്ത് 2015 ഇങ്ങനെ മീറ്റിംഗ് എടുത്ത് സ്ലൈഡിൽ കുറേ ഫോട്ടോസ് ഒക്കെ കാണിച്ചു. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ട്. അവരെയും കൂട്ടി കുറേ രാജ്യങ്ങളിൽ ടൂർ പോയത് കാണിക്കുന്നു. ഇയാൾക്ക് മാസം അന്ന് 15 ലക്ഷം രൂപ പ്ലസ് വരുമാനമുണ്ട്, മാസം വരുമാനം. ഈ ടൂർ പോയിട്ട് ചില രാജ്യങ്ങളൊക്കെ പോയിട്ട് വരുന്നത് 3 ആഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടൊക്കെയാണ്. 1 മാസം കഴിഞ്ഞ് വരുമ്പോഴും വീണ്ടും ഇയാൾക്ക് ഇതേ പൈസ കിട്ടുന്നു. അതായത് അയാൾ ഇന്ത്യയിലില്ല. ഞാനൊക്കെ ടൂർ പോയിട്ട് വരുമ്പോൾ ഉള്ള പൈസ മൊത്തം തീരാ. ഇദ്ദേഹം ടൂർ പോയിട്ട് വരുമ്പോൾ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞോളാം അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും പൈസ കൊടുത്ത് ഞാനൊക്കെ എന്തിനാ സാറേ കാനഡ പോകുന്നത് ചെയ്തേക്കാം. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, വിജോഷ് ഫസ്റ്റ് നിനക്ക് ബോധ്യം വരേണ്ടത് ഇതൊരു ബിസിനസ്സാണ്. ഇറ്റ്സ് എ ബിസിനസ്. ഏതൊരു വ്യവസായം അത് നോക്കൂ, നമ്മളൊരു ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഇത് പിന്നെ അതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇതൊന്ന് പച്ച പിടിച്ച് വരാൻ, പച്ച പിടിക്കാൻ കുറച്ച് സമയം പിടിക്കും, അതിലൊന്ന് വളർത്തിയെടുക്കാൻ സമയം പിടിക്കും, അതിൽ നിന്ന് ഫലം എടുക്കാൻ സമയം പിടിക്കും. അതേപോലെ ഇതൊരു ബിസിനസ്സാണ്. മറ്റു ബിസിനസ് പോലെ തന്നെ ഇതൊരു ബിസിനസ് ആണെന്നാണ് നിങ്ങൾക്ക് ആദ്യം ബോധ്യം വരേണ്ടത്. പിന്നെ മറ്റൊരു ബിസിനസ്സുകാരുടെ എളുപ്പം എന്ന് വെച്ചാൽ ഇത് ചെയ്യാൻ എളുപ്പമാണ്. കാരണം മറ്റു ബിസിനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഈ ബിസിനസ് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ നിരവധി ആൾക്കാരുണ്ടാവും. നിങ്ങളെ ആരാണോ ഈ ഹാളിലേക്ക് വിളിച്ചത്, ഈ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾ അവരോടൊപ്പം കൈപിടിച്ചിരുന്നു. അവരുടെ അപ്ലൈൻ ഒരു വ്യക്തമായ സംവിധാനം ഉണ്ടാവും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിന് എത്രയും ഉദാഹരണങ്ങൾ നേരത്തെ ആ സാറിന്റെ സ്പീച്ചിലും മേഡത്തിന്റെ സ്പീച്ചിലുണ്ട്. അങ്ങനെ മെല്ലെ ഒറ്റയ്ക്ക് ഞാൻ പറയുന്നില്ല. ഞാൻ പ്രോഗ്രാമുകൾക്ക് വരാൻ തുടങ്ങി, മീറ്റിങ്ങുകൾക്ക് വരാൻ തുടങ്ങി. അന്ന് കേരളത്തിൽ അങ്ങനെ GTS ഒന്നുമില്ല. പക്ഷെ ഇതിനോടൊരു വട്ട് പിടിച്ചു തുടങ്ങിയോണ്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് പിന്നെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ അനുഗ്രഹം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്, അവിടെ വന്ന് മീറ്റിംഗ് കൂടുമായിരുന്നു. അങ്ങനെ ചെറിയ മാറ്റങ്ങൾ, ചെറിയ ടീമൊക്കെ ആയി. ഞാൻ ഈ ബിസിനസ് എൻജോയ് ചെയ്തുകൊണ്ട്, കാരണം എനിക്കിത് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്നും വേറെ കാര്യം. അങ്ങനെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ വേണ്ടി തുടങ്ങി. പലപ്പോഴും ടീമൊന്നും ഇല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തിനും. അപ്പൊ ആൾക്കാർക്ക് എവിടെ പോകാം, തിരുവനന്തപുരത്താണ് ബിസിനസ്, അവിടെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അത് പറയുന്ന ആൾക്കാർ കാണും, തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യും. എനിക്ക് തിരുവനന്തപുരത്ത് ടീമൊന്നും ആയില്ല. പക്ഷെ അങ്ങനെ പല സ്ഥലത്തും ശ്രമിച്ചു. അങ്ങനെ കണ്ണൂർ തന്നെ കുറച്ച് ടീമൊക്കെ ആയി. മെല്ലെ ഓരോരോ റാങ്ക് മാറി വന്നു. അപ്പോഴത്തേക്ക് കാനഡയിൽ പോകുന്ന സമയം അടുത്തു. കാരണം ആ പേപ്പർ അവിടെ കൊടുത്തു വെച്ചിട്ടാണല്ലോ ഈ പണിക്ക് ഇറങ്ങി. ആ സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സോമകുമാർ സാർ, പ്രസാദ് സാർ, പിന്നെ വടകരയിൽ സത്യൻ മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ബാങ്ക് ജോലിക്കാർ, അധ്യാപകൻ, പാർട്ട് ടൈം അധ്യാപകനാണ്, പ്ലസ് ബാങ്ക് ജോലിക്കാർ. ഇവരുടെ വരുമാനം 2016 ലാസ്റ്റിലോ മറ്റോ 2,10,000 ഞാൻ കണ്ടു. അതെന്റെ കണ്ണു തുറപ്പിച്ചു. കാരണം ഞാൻ ചിന്തിച്ചിത്രേ ഉള്ളൂ, ഒരു ലോറി ഓടിച്ച് നടന്ന സോമകുമാർ സാറിന് ആഴ്ചയിൽ 2,10,000 വാങ്ങാൻ പറ്റുമെങ്കിൽ, തേയില പ്ലാന്റേഷൻ ഒക്കെ നഷ്ടമായിട്ട് ടാക്സി ഡ്രൈവർ ആയിരുന്ന MS പ്രസാദ് സാറിന് 2,10,000 വാങ്ങാൻ പറ്റുമെങ്കിൽ, അധ്യാപകനായിരുന്ന സത്യൻ മാസ്റ്റർക്ക് 2,10,000 വാങ്ങാൻ പറ്റുമെങ്കിൽ, പണിയെടുത്ത് എനിക്ക് വാങ്ങാൻ പറ്റൂലേ? വലിയ ആവേശത്തോടെ ഇപ്പോൾ കാനഡയ്ക്ക് പോകണേ ഒരു പകുതി സ്റ്റേജ് എത്തി. നിങ്ങൾക്കറിയാലോ, അതിന് കുറച്ച് കാശ് മുടക്കൊക്കെ ഉണ്ട്. ഇപ്പോൾ കെട്ടിയോടുള്ള സ്വർണ്ണമൊക്കെ വിറ്റിട്ടാണ് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പോകാനുള്ള ഏജൻസിക്കൊക്കെ പൈസ അടച്ചത്. ആ മോട്ടിവേഷൻ അവളോട് ഞാൻ ചെന്ന് പറഞ്ഞു, മോളു നമ്മളിനി കാനഡയ്ക്കൊന്നും പോകുന്നില്ല, മൈലേജ് സ്റ്റേജിലാണ് ചെയ്യാൻ പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പ്രതികരണം വന്നെന്ന് ഏറെക്കുറെ ഒന്ന് ഊഹിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നേരം അടിക്കുകയായി. പക്ഷെ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരു 3 വർഷം സമയം താ. അവള് പറഞ്ഞു, അന്നൊരു കാര്യം ചെയ്യും, നമുക്ക് ആദ്യം കാനഡ 3 വർഷം കഴിഞ്ഞ് നിന്നോട് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെയല്ല, എനിക്കിപ്പോൾ കുറച്ച് ടീമൊക്കെ ആയി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ വിട്ടുപോയ ചിലപ്പോൾ ടീം താഴെ പോകും. എനിക്കൊരു 3 വർഷം സമയം താ. ഞാൻ ഇതിൽ വളരുന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ഡ്രോപ്പ് ചെയ്ത് കാനഡ പോവാം, കാനഡ അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ എൻ്റെ ഭാര്യയുടെയും കൂടെ പൂർണ്ണ സമ്മതത്തോടു കൂടി 2016 എൻഡിൽ ഞാൻ ഈ ബിസിനസ്സിനെ എൻ്റെ ലൈഫ് ടൈം കരിയറായിട്ട് സെലക്ട് ചെയ്തു. ഞാൻ സോണൽ ടീം കോർഡിനേറ്ററാണ്. ശക്തമായ തീരുമാനം എടുത്തു. കാനഡ വേണ്ടെന്ന് വെച്ചു. പിന്നെ രക്ഷയില്ല വിജയിക്കാതെ. കാരണം പെൻഷൻ ഉള്ള ഫീൽഡ് വേണ്ടെന്ന് വെച്ചു. കഷ്ടപ്പെട്ട് കാനഡയ്ക്ക് വേണ്ടെന്ന് വെച്ചു. പിന്നെ ഒന്നെങ്കിൽ ജയിക്കുകയല്ല മരിക്കുക, വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് വേഗത്തിലാണ് ഓടിയത്. ദൈവാനുഗ്രഹത്താൽ ആദ്യം ഞാൻ അവിശ്വസിച്ച ആ തുക 2,10,000 2017 ജൂൺ മാസത്തിൽ എൻ്റെ അക്കൗണ്ടിൽ. എനിക്ക് പറയുമ്പോൾ ഒത്തിരി വർഷം മുമ്പാണ്, നിങ്ങൾക്ക് 8-9 വർഷം മുമ്പ് കിട്ടി. ആദ്യം ഒരു പ്രാവശ്യം കിട്ടിയതേ ഉള്ളൂ. ഇനി ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കും പറയുമ്പോഴും ഇത് എഡിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ആഴ്ചയും 2,10,000 വരാറില്ല. ഇത് ചില ആഴ്ച 2 ലക്ഷം വരും,
ചില ആഴ്ച 1.25 വരും, ചില ആഴ്ച 2,10,000 മുകളിൽ ബിസിനസ് വന്നിട്ടുണ്ടാവും, വേണ്ടതിൽ കൂടുതൽ. അത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതിന് മാത്രം ഞാൻ വലുതായില്ല. എല്ലാ ആഴ്ച 2,10,000 വാങ്ങേണ്ട അത്ര വലിപ്പമൊന്നും എനിക്ക് ആയിട്ടില്ല. ഇതാവുമ്പോൾ എനിക്കത് കിട്ടും. പക്ഷേ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം പറഞ്ഞല്ലോ, അയാൾ എന്നെ 2020 കാണുമ്പോൾ എനിക്ക് മാസം 4 ലക്ഷം രൂപ പ്ലസ് കിട്ടുന്നു. 2020, 19, 20 അങ്ങനെ ഒരു പ്രാവശ്യം 2,10,000 കിട്ടിയപ്പോൾ കുറച്ച് പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി. എൻ്റെ കോൺഫിഡൻസ് കുറച്ചും കൂടെ ഉയർന്നു. പിന്നെ എൻ്റെ വൈഫ് എന്ത് ചെയ്തു, ഇതെടുത്ത് ഫേസ്ബുക്കിലിട്ടു. എനിക്ക് ഇടാനൊരു മടി, നമ്മൾ തന്നെ നമ്മുടെ പോസ്റ്റ് എടുത്ത മോശം. അപ്പോൾ അങ്ങനെ കൺഗ്രാറ്റ്സ് ഗിയർ എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് ഇട്ടിട്ട് അങ്ങനെ 21 കുറേ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ പട്ടാളത്തോട് ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അതെന്താ ആളിയാ നിന്റെ ഫോട്ടോയുടെ താഴെ 21,000,000. ഞാൻ അവരോട് പറഞ്ഞു, അത് 21,000,000 അല്ലേ, 2,10,000 കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വരുമാനം. പണ്ട് ബ്ലോക്ക് ചെയ്തവരാണ് കുറെ പേരെ. പക്ഷെ അവരെന്നോട് ചോദിച്ചു, ഇത്രയും കിട്ടുമല്ലോ, ഇതെങ്ങനെ കിട്ടും? അപ്പോൾ നിങ്ങൾ ലീവിന് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. പിന്നെ ഞാൻ അങ്ങോട്ട് പറയാനൊന്നും പോയില്ല. അവർ പലരും എന്നെ വന്ന് കണ്ടു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഏകദേശം 700ഓളം പട്ടാളക്കാർ എന്നോട് പോയി. അതിൽ ഒരു തവണയെങ്കിലും 2,10,000 വാങ്ങിച്ച 4 പേരുണ്ട്. 2 നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പിന്നെ 2 റീജിയണൽ ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. 6 or 7 സ്റ്റേറ്റ് ടീം ആർമിക്കാരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. 6 or 7 സ്റ്റേറ്റ് ടീം കോർഡിനേറ്റേഴ്സ് ഉണ്ട്. ഇവൻ്റെ ഒരെണ്ണം ഒരു സൈഡിൽ ഒരെണ്ണം മറ്റേ സൈഡിലായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എല്ലാം കൂടെ ഒരു സൈഡിൽ പട്ടാളക്കാരായി പോരുന്നത് ഞാൻ പട്ടിണിയായി പോയത്. 2 ഓർഗനൈസേഷൻ ഉണ്ടാവണമല്ലോ. അതുകൊണ്ട് 2 ഓർഗനൈസേഷനിലുണ്ട്. പ്ലസ് നമ്മളെക്കാൾ, അതായത് ഞാൻ കൊണ്ടുവന്നവരൊന്നും അല്ല ഇതില്. ഞാൻ കൊണ്ടുവന്നെന്ന് പറയാൻ 1-2 പേരൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ ടീമിലുള്ള കുറേ ആൾക്കാർ ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരു 98% ആൾക്കാരും ഞാൻ ഈ 2,10,000 വാങ്ങിച്ചതിന് ശേഷം വന്നവരാണ്. ഞാൻ പലപ്പോഴും അടുത്ത് പോയിട്ട് നിർത്തിയായിരുന്നു, പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെ ചിന്തിക്കും, അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ ഇവരോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. എൻ്റെ ടീമിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ബൂസ്റ്റ് ചെയ്ത പലരും ഞാൻ ഈ ലെവലൊക്കെ എത്തിയതിനു ശേഷമാണ് വന്നത് തന്നെ. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ക്ഷമയോടെ വിശ്വാസത്തോടെ ഒരാൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അയാൾ വിജയിക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും മറ്റൊരു കമ്പനിയുടെ ബിസിനസ് പ്ലാൻ കേൾക്കില്ല എന്നുള്ള ദൃഢനിശ്ചയം കൂടെ എടുത്തിട്ടാണ് ഞാൻ വിളിച്ചത്. പലരും പല ലെവലിലൊക്കെ വന്ന് എന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസിൽ ഇവിടെ വരെ എത്തിയല്ലേ, ഇങ്ങോട്ട് നിൽക്കുക അങ്ങോട്ട്. ഞാൻ പറഞ്ഞു, ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കമ്പനി, അത് മൈലേജ് സ്റ്റൈലാക്കി. അങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു, ടീമൊക്കെ ആയി തുടങ്ങി. ആദ്യം ഒരു ബൈക്ക് പോലില്ല തുടങ്ങിയതാണ്. ഒരു മാരുതിയുടെ സെലറിയോ കാർ എടുത്തു, പിന്നീട് ഒരു സ്കോഡയുടെ റാപ്പിഡ് എടുത്തു, പിന്നീട് ഒരു ജീപ്പ് കോമ്പസ് എടുത്തു, പിന്നീട് ഒരു ടൊയോട്ടയുടെ ഇന്നോവ ഹൈക്രോസ് എടുത്തു. ആ വണ്ടിയാണ് ഞാനിപ്പോൾ മെയിനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിലാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓഹരി വിപണിക്ക് ഇഷ്ടമായതുകൊണ്ട് നല്ല സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റിൽ പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും കാര്യമായിട്ടൊന്നും അല്ല. പക്ഷെ ITC റാങ്കിൽ എത്തുന്നതന്നെ 10 കോടി മാച്ച് ചെയ്യുമ്പോഴാണ്. സ്വാഭാവികമായിട്ടും 10 കോടിയുടെ മാച്ചിങ് 1.20 കിട്ടുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ 2022 ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയാണ്. മാന്യമായി സർക്കാരിന് നികുതി കൊടുക്കാൻ പറ്റുന്നുണ്ട്, മാന്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കൂ, ഞാനിത് തിരുനേരം പറഞ്ഞോന്ന് എനിക്ക് അറിയില്ല, ഞാൻ വൈൻഡപ്പ് ചെയ്യണം. കേട്ടത് നിങ്ങളാണ്, നിങ്ങൾ ചിന്തിച്ചു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും മാക്സിമം പറ്റുമെങ്കിൽ ഈ ആളിൽ നിന്ന് ചോദിക്കുക. കാരണം എനിക്കൊക്കെ തുടക്കത്തിൽ പറ്റിയ അബദ്ധം, ഞാൻ സംശയം ചോദിച്ച ആൾക്കാരൊന്നും ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, അവരാണ് എന്നെ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ, എല്ലാവർക്കും ആവശ്യമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തരുടെ സിറ്റുവേഷൻ വേറെ ആയിരിക്കും. ഞാൻ തുടങ്ങാനുള്ള ഒരു കാരണം എന്താണെന്നറിയോ, നഷ്ടമൊന്നുമില്ല, അതുകൊണ്ട് തുടങ്ങി. അതായത് ഈ കമ്പനി ചെയ്യുന്നുണ്ടെങ്കിലും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, ഞാനിവിടെ ഒരു സാധനവും രോഗം മാറ്റുമെന്ന് പറയുന്നില്ല. ഇവിടെ നമ്മൾ ഒന്നിനുള്ള ഒരു മരുന്ന് വിൽക്കുന്നില്ല. പക്ഷെ ഈ പ്രോഡക്റ്റിന്റെ സുപ്രീം ക്വാളിറ്റി അത് ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും സോൾവ് ചെയ്ത് വിടുകയാണ്. ഹൈ ക്വാളിറ്റി ഉള്ള ആയുർവേദിക് പ്രൊഡക്റ്റ്, കുറച്ച് ന്യൂട്രീഷണൽ പ്രൊഡക്റ്റ്, കുറച്ച് കോസ്മെറ്റിക്സ്, പിന്നെ സാധാരണ FMCG ഗുഡ്സ്, കുറച്ച് അഗ്രോ ബേസ്ഡ് പ്രൊഡക്റ്റ്, ഇതൊക്കെ നമ്മൾ ചെയ്യും. ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളുടെ ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ് നിങ്ങളെ വിളിച്ച സുഹൃത്ത് ഇവിടെ ഓഫർ ചെയ്യുന്നത്. നിങ്ങളത് വേണം വേണ്ടി. പിന്നെ ഞാൻ 2016 എനിക്ക് ഇത് ഫുൾ ടൈം ആയിട്ട് സെലക്ട് ചെയ്യാൻ കാരണം, നാളെ ഞാൻ ഇല്ലെങ്കിലും എൻ്റെ കുടുംബം സുരക്ഷിതമാവുന്നുള്ള വിശ്വാസം കൊണ്ട്. നിരവധി ആൾക്കാരെ പാസീവ് ഇൻകത്തിന്റെ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുക, വേണോ വേണ്ടോ നോക്കുക, നല്ലതാണ് ചെയ്യുക, അല്ലെ വിട്ടുകാണുക. ഞാനൊരിക്കലും
എൻ്റെയൊക്കെ അനുഭവത്തിൽ പൈസയുടെ ബുദ്ധിമുട്ട് നന്നായിട്ടാണ്. കാരണം എനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം ഞാൻ തുടക്കത്തിൽ ഇത് പറഞ്ഞു, എനിക്ക് വല്ലാണ്ടുണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിൽ തന്നെ ഫസ്റ്റ് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ നേരെ മൂത്ത ബ്രദർ ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് കേംബ്രിഡ്ജിൽ നിന്ന് പഠിച്ച് അവിടെ പഠിപ്പിക്കുന്ന ആളൊക്കെ ഉണ്ട്. എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പൻ്റെ അടുത്ത് തന്നെ പഠിപ്പിക്കാൻ പൈസ ഇല്ല. ഞാനൊരിക്കലും ഒരു മീറ്റിംഗ് കഴിഞ്ഞ് പോയപ്പോൾ ഒരു ഒത്തിരി പ്രായമുള്ള ചേട്ടൻ എന്നോട് പറഞ്ഞു, മോനെ നിന്റെ ക്ലാസ്സൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിതിൻ്റെ ആവശ്യമുണ്ട് തോന്നുന്നു. ഞാൻ എന്തായിട്ടാ അങ്ങനെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. എനിക്ക് ആ സമയത്ത് എൻ്റെ ചാച്ചൻ്റെ മുഖം ഓർമ്മ വന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഏട്ടാ നിങ്ങൾക്ക് സ്വപ്നം ഉണ്ടായിരിക്കില്ല, നിങ്ങൾ വീട്ടിൽ പോയിട്ട് നിങ്ങളുടെ മക്കളോട് ചോദിക്കും സ്വപ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ. ഒരുപക്ഷെ നിങ്ങൾക്ക് അവർക്ക് വലിയ വലിയ ആഗ്രഹങ്ങളുണ്ടാവും. അവർ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും, നിങ്ങളുടെ നെഞ്ചുവിടയും, നിങ്ങളുടെ ഉള്ളൊരു എന്ന് കരുതിയിട്ട് അവരുടെ സ്വപ്നങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ലൈഫ് ഒന്നേ ഉള്ളൂ. പൈസയാണ് എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല. മണി ഇസ് നോട്ട് എവരിതിങ്. പണം കൊണ്ട് എല്ലാം നേടാനും കഴിയില്ല. പക്ഷെ പൈസക്ക് പൈസ തന്നെ വേണം. എൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ മെഡിക്കൽ കോളേജിൽ അവളോടൊപ്പം തന്നെ +2 പഠിച്ച ഒരു പെൺകുട്ടി ഡോക്ടറാണ്. അപ്പോൾ അവരവിടുന്ന് ട്രാൻസ്ഫർ ആയി. +2 പഠിക്കുമ്പോൾ എൻ്റെ വൈഫിന് ആ പെൺകുട്ടിയേക്കാൾ കൂടുതൽ മാർക്കുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഭാര്യ അതേ ആശുപത്രിയിലെ നേഴ്സും ആ പെൺകുട്ടി അതേ ആശുപത്രിയിലെ ഡോക്ടറുമാണ്. വ്യത്യാസം ഇത്രേ ഉള്ളൂ, എൻ്റെ കെട്ടിയുള്ള അപ്പൻ ഒരു കർഷകനായിരുന്നു, ആ പെൺകുട്ടിയുടെ അപ്പൻ ഞങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ പലരും പഠിക്കണമെന്നും വലിയ രീതിയിൽ വലിയ കോഴ്സുകളൊക്കെ ആഗ്രഹിച്ചിട്ട് അവർക്കത് പറ്റാതെ പോകുന്നത് അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, മാതാപിതാക്കൾക്ക് പഠിപ്പിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ നീറ്റിന്റെ ഒക്കെ ജസ്റ്റ് സ്കോർ ഔട്ട് ഈ വിഷയം കഴിഞ്ഞതല്ലേ ഉള്ളൂ. നോക്കൂ, നമുക്ക് എത്ര പേർക്ക് ഒരു ആ ടോപ്പ് ലെവലിൽ നിന്നുകൊണ്ട് ആ ഒരു കോഴ്സിന് മെഡിസിന് ചെല്ലാൻ പറ്റും. ഇപ്പം 2000 റാങ്കുകാർ വരുന്നുള്ളതിന് ഗവൺമെന്റ് ഫീസ് പഠിക്കാൻ പറ്റുന്ന കരുതൂ. 2001 റാങ്കുകാരുടെ അവസ്ഥ എന്താ? അര മാർക്കിന്റെ പേരിൽ ചിലപ്പോൾ വ്യത്യാസമായ ഒരാൾക്ക് MBBS സീറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ മിനിമം 50, 60, 70 ലക്ഷം കൊടുക്കണ്ടേ? എന്നെപ്പോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക്, ഒരു സാധാരണ കർഷകന്, ഒരു കുട്ടിക്ക് എവിടെ നിർത്തിയിട്ടാണ് 60 ലക്ഷം കൊടുക്കുക? ഞങ്ങളെപ്പോലുള്ള ജോലിക്കാർ പലരും 15, 20, 30 വർഷം ചെയ്തിട്ടും മിച്ചമൊന്നും കാണുന്നില്ല. പിന്നെ ലോൺ ബാക്കിയാണ്. എന്തിന് നമ്മുടെ നാട്ടിൽ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പുറത്ത് പഠിപ്പിച്ചു വിടണമെങ്കിൽ ഒരു കുട്ടിക്ക് മിനിമം 12 ലക്ഷം രൂപയാണ്. സോ പ്രിയപ്പെട്ടവര്, പണത്തിന് പണത്തിൻ്റെതായ മൂല്യമുണ്ട്. രണ്ട്, നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ കൺസ്യൂമറിസ്റ്റ് ആ ഒരു സൊസൈറ്റിയിൽ ജീവിത ചെലവ് കൂടിക്കൊണ്ടേയിരിക്കും. കഴിഞ്ഞ 10 വർഷത്തെ നിങ്ങളുടെ ചെലവ് നോക്കൂ, അതിനേക്കാൾ എത്രയോ കൂടിയിട്ടുണ്ടാവും ഈ 2026. അങ്ങനെയാണെങ്കിൽ 2030 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരാശരി ഒരു കുടുംബം കഴിഞ്ഞു പോകണേ മിനിമം 1 ലക്ഷം രൂപ വരുമാനം വേണ്ടി വരും. അപ്പൊ നിലവിലുള്ള മേഖല അതിനു വേണ്ടി പര്യാപ്തമാണോ? നിലവിൽ ഞാൻ ചെയ്യുന്ന ഫീൽഡ് ആ സമയത്തും എന്റെ ഇൻകം ഇത്ര കൂട്ടുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി മൈലേജ് സ്റ്റേറ്റിലേക്ക് കടന്നു വരും. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവർ പറഞ്ഞു തരും. ജസ്റ്റ് പ്രോഡക്ട്സ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി ഷെയർ ചെയ്യുന്നതിന് വലിയ പവർ ഉണ്ട്. വാമൊഴി പരസ്യത്തിന് ശക്തി അത്ര വലുതായതുകൊണ്ടാണ് ഇന്ത്യയില് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം അവാർഡ് കൊടുത്തപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് കിട്ടിയത് 5 പൈസയുടെ പരസ്യം ചെയ്യാത്ത എലമെന്റ്സ് ബ്രാൻഡിനാണ്. കോടിക്കണക്കിന് രൂപയുടെ പരസ്യം ചെയ്ത ബ്രാൻഡുകളെ പിന്തള്ളി നമുക്ക് 1ാം സ്ഥാനത്ത് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകൾ ഉള്ളതുകൊണ്ടാണ്. സോ പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏറ്റവും നല്ല കമ്പനിയുടെ ബിസിനസ് പ്ലാനാണ് നിങ്ങൾ കേട്ടത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നല്ലതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളെ ചെയ്യാനുള്ള സപ്പോർട്ടിങ് സംവിധാനം ഇവിടെയുണ്ട്. മൈലേജ് സ്റ്റേറ്റിന് അതിൻ്റെതായ സംവിധാനമുണ്ട്, ഹാർവസ്റ്റിന്റെ സംവിധാനമുണ്ട്. പിന്നെ നിങ്ങൾ ആരാണോ ഈ ഹാളിലേക്ക് വിളിച്ച് അവർക്ക് വ്യക്തമായ ഒരു ടീം സംവിധാനം ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് ഒപ്പം നിന്ന് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് കണ്ട് ചോദിക്കുക. അപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് അനുവദിച്ചതിനേക്കാളും കൂടുതൽ സമയം ഞാൻ സംസാരിച്ചതാണ് മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ മീറ്റിംഗ് ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്ത GTS ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയണം. നല്ല രസമുണ്ട് സാറ് പറയുന്നത് കേൾക്കാൻ. കനകരാജ് സാറിന് മൈലേജ് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് എല്ലാവിധ. അതോടൊപ്പം TC മുതലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഒരു 2-3 മിനിറ്റ് സംസാരിക്കാൻ കൊടുത്താൽ വളരെ നല്ലതാണ് മീറ്റിംഗ്. പക്ഷെ നമ്മൾ ഉച്ചയോടെ കൊണ്ടുവരേണ്ടി വരും. അതുകൊണ്ടാണ്. പക്ഷെ ഞങ്ങളെപ്പോൾ ഒരാൾ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഫക്റ്റ് ഉള്ളത് ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോൾ അവർക്കാർക്ക് ഞങ്ങൾക്ക് പറയാനുള്ള സമയം കൊടുത്തിട്ടില്ല. നിങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മൈലേജ് സ്റ്റേറ്റിന്റെ അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കുകയാണ്.
കുടുംബമായിട്ട് ഇവിടെ ചെയ്യുന്ന പലരെയും കണ്ടു. അച്ഛനും അമ്മയും മോളും ഒക്കെ അങ്ങനെ ഫാമിലി ആയിട്ട് നമുക്ക് ഇത്ര മനോഹരമായ ഒരു ഫാമിലി ബിസിനസ്സാണ്. പ്ലസ് നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള നാഷണൽ ടീം കോർഡിനേറ്റേഴ്സ്, അതേപോലെ നമ്മുടെ കോണ്ടിനൽ ടീം കോർഡിനേറ്റർ സനിൽ സാർ. ഞാൻ ഓർത്തു സനിൽ സാറിനെ കൺക്ലൂഡ് ചെയ്താൽ മതി, ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നു, പെട്ടെന്ന് സാറിന് നിർത്തി കളഞ്ഞല്ലോ എന്ന് ഓർത്തു. അത്ര മനോഹരമായിട്ട് നമ്മുടെ മുമ്പിൽ അനുഭവം പങ്കുവെച്ച സനിൽ സാറിനും മറ്റെല്ലാ ലീഡേഴ്സിനും പോകുന്നതിന് മുമ്പ് ഒരു വാക്ക്, തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ. മറ്റൊരാളുടെ അഭിപ്രായം കേട്ടെടുക്കാണ്ട് നിങ്ങൾ എടുത്തു നോക്കും. നമ്മൾ ഏത് മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ, രക്ഷപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ കളിയാക്കാനും കുറ്റപ്പെടുത്താനൊക്കെ ആൾക്കാർ ഒത്തിരി. ഒരുപക്ഷെ ഈ ബിസിനസ് കുറച്ചായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ 1 മാസം 6 മാസമായിരുന്നു നോക്കൂ, നമ്മുടെ വീട്ടിൽ അടുപ്പ് പുകഞ്ഞില്ലെങ്കിൽ ഈ കളിയാക്കുന്നതിനും കുറ്റപ്പെടുത്തുന്നതൊന്നും ഉണ്ടാവില്ല. അത് നമ്മളെ തന്നെ വെച്ച്. അപ്പം അങ്ങനെ നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ശക്തമായിട്ട് ഏറ്റെടുക്കാൻ പറ്റട്ടെ. ഈ ബിസിനസ് നല്ല സമാധാനവും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും ഒക്കെ ഒരുമിച്ച് പ്രദാനം ചെയ്യുന്ന ഒരു ബിസിനസ്സുമാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് അതെല്ലാം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തിയാണ്.